നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് ചാപ്റ്റർ 28 ആണ്, ഇന്ത്യ ആൻഡ് ഇറ്റ്സ് നൈബറിങ് കൺട്രീസ്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുമെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കുക, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് നോക്കാം ഈ ചാപ്റ്ററിൽ എന്തൊക്കെയാണ് പഠിക്കാനായിട്ടുള്ളതെന്ന്. അപ്പോൾ നമ്മുടെ ഇന്ത്യയുടെ നെയ്ബറിങ് കൺട്രീസ് ഏതൊക്കെയാണ്? ചൈന വരും, പാകിസ്ഥാൻ വരും, ശ്രീലങ്ക വരും. അങ്ങനെ കുറച്ച് ആളുകളാണ് നമ്മുടെ ഇന്ത്യയുടെ നെയ്ബറിങ് കൺട്രീസ് ആയിട്ട് വരുന്നത്. അപ്പം ഇവരും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം എന്തൊക്കെയാണ് എന്നതാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ആദ്യമായി നമുക്ക് നോക്കാം ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധം. നമുക്കറിയാം, സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ജവഹർലാൽ നെഹ്റുവും നോക്കിയപ്പോൾ ഇനിയും ഒരു യുദ്ധം നമ്മുടെ ഇന്ത്യക്ക് താങ്ങത്തില്ല. കാരണം അത്രയ്ക്കും ദുർബലമായി പോയി നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പം ഇന്ത്യയെ സംരക്ഷിക്കാനായിട്ട് ഇന്ത്യയുടെ അടുത്ത് കിടക്കുന്ന രാജ്യങ്ങളുമായിട്ട് നല്ലൊരു ബന്ധം ഉണ്ടാക്കാനായിട്ട് ആര് വിചാരിച്ചു? നമ്മുടെ ജവഹർലാൽ നെഹ്റു വിചാരിച്ചു. അങ്ങനെ ഇന്ത്യയുടെ അടുത്ത് കിടന്ന ഒരു രാജ്യമാണ് നമ്മുടെ ചൈന എന്ന് പറയുന്നത്. അപ്പോൾ ചൈനയും ഇന്ത്യയും തമ്മിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ചൈനയുടെ പ്രധാനമന്ത്രിയുമായിട്ട് പരസ്പര ധാരണയിൽ ഒരു എഗ്രിമെൻ്റ് ഉണ്ടാക്കി. ഇതിനെയാണ് നമ്മൾ പഞ്ചശിലാ തത്വം എന്ന് പറയുന്നത്. ഓക്കെ, ഈ എഗ്രിമെൻ്റ് പ്രകാരം നമ്മളൊരിക്കലും നിങ്ങളുടെ രാജ്യത്ത് വന്ന് പ്രശ്നം ഉണ്ടാക്കിയില്ല, അതേപോലെ തന്നെ നിങ്ങളൊരിക്കലും ഞങ്ങളുടെ രാജ്യത്ത് വന്ന് പ്രശ്നം ഉണ്ടാക്കരുത്, നമുക്ക് വളരെയധികം സമാധാനത്തോട് കൂടിയിട്ട് മുമ്പോട്ട് പോകാം. ഇങ്ങനെയുള്ള കുറച്ച് എഗ്രിമെൻ്റാണ് ഈ ഒരു പഞ്ചശീല തത്വത്തിൻ്റെ അകത്ത് വരുന്ന എഗ്രിമെൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ കുറച്ച് നാൾ കടന്നു പോയ സമയത്ത് നമ്മുടെ ചൈനയുണ്ടല്ലോ, ചൈനയ്ക്ക് ഒരു രാജ്യം ബർമയല്ല ടിബറ്റുമായിട്ട് ചെറിയൊരു പ്രശ്നം ഉണ്ടായപ്പോൾ എന്ത് ചെയ്തു? നമ്മുടെ ഇന്ത്യ സ്വീകരിച്ച ഒരു പോളിസി എന്ന് വെച്ചാൽ ഏത് രാജ്യം നമ്മുടെ ഇന്ത്യയുടെ അടുത്ത് വന്നിട്ട് ഞങ്ങളെ രക്ഷിക്കണമെന്ന് പറഞ്ഞാലും ഇന്ത്യ അവരെ രക്ഷിക്കും. അങ്ങനെ ടിബറ്റും ചൈനയും തമ്മിലൊരു പ്രശ്നം ഉണ്ടായപ്പോൾ ടിബറ്റുകാർ ഇന്ത്യയുടെ അടുത്ത് വന്ന് പറഞ്ഞു, ഞങ്ങളെ രക്ഷിക്കണം, ഞങ്ങൾക്ക് കുറച്ച് അഭയം തരണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇന്ത്യ അവരെ സഹായിച്ചു. ഇത് ആർക്ക് ഇഷ്ടപ്പെട്ടില്ല? ചൈനയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. നമ്മൾ കഷ്ടപ്പെട്ടൊരു എഗ്രിമെൻ്റൊക്കെ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ ഞങ്ങളെല്ലാം സപ്പോർട്ട് ചെയ്യണ്ടേ എന്നൊരു ധാരണയായിരുന്നു ആർക്കുള്ളത്? നമ്മുടെ ചൈനയ്ക്കുള്ളത്. അങ്ങനെ ചൈന എന്ത് ചെയ്തു? നേരെ യുദ്ധം പ്രഖ്യാപിച്ചു. അതിന് അവർ പറയുന്നത് ബൗണ്ടറി ഡിസ്പ്യൂട്ട് എന്നാണ് പറയുന്നത്. കറക്റ്റ് കാര്യം ഇതാണ് കേട്ടോ. പിന്നെ അടുത്ത് നമുക്ക് നോക്കാനായിട്ടുള്ളത് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ആ ഒരു ബൗണ്ടറി ലൈനെ പറയുന്നത് മെഹൻമോഹൻ ലൈൻ എന്നാണ്. ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബൗണ്ടറി ലൈനെ മെഹൻമോഹൻ ലൈൻ എന്നാണ് പറയുന്നത്. അവിടെ വെച്ചിട്ടൊരു ഡിസ്പ്യൂട്ട് ഉണ്ടായി എന്നാണ് അവർ പിന്നീട് പറഞ്ഞത്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് വൺ വേർഡ് ക്വസ്റ്റ്യൻ ചോദിക്കാം, ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബൗണ്ടറി ലൈൻ ഏതാണെന്ന്. അപ്പം മെഹൻമോഹൻ ലൈൻ എന്ന് എഴുതി വെച്ചേക്കാം. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാനായിട്ടുള്ളത് ഇന്ത്യയെടുത്ത് ചൈന കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തുള്ളത് ഏതാണ്? നമ്മുടെ പാകിസ്ഥാനാണ്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ എപ്പോഴും വഴക്കാണ്. എന്തിനെ ചൊല്ലിയിട്ടാണ്? കാശ്മീരിനെ ചൊല്ലിയിട്ടാണ് എപ്പോഴും വഴക്ക്. കാരണം എന്താണെന്ന് വെച്ചാൽ കാശ്മീർ ഉയർന്ന് കാണപ്പെടുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് യുദ്ധം ചെയ്യാൻ വളരെയധികം എളുപ്പമാണ്, സുഖമാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുമ്പോൾ കാശ്മീരാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രൊഡക്ഷനും ഡിസ്ട്രിബ്യൂഷൻസ് ഒക്കെ നടക്കുന്നത്. അപ്പം ഏറ്റവും നല്ലൊരു ലാൻഡാണ് കാശ്മീർ. ഇതൊക്കെയാണ് കാശ്മീരിനെ ചൊല്ലിയിട്ട് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ അടി ഉണ്ടാക്കുന്നത്. അപ്പം ഈ ഡിവൈഡ് ചെയ്ത സമയത്ത് ഇന്ത്യ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ കാശ്മീരിൻ്റെ നല്ല ഭാഗം ഇന്ത്യ എടുത്തിട്ട് കാശ്മീരിൻ്റെ കുറച്ചുകൂടി ഫലപുഷ്ടി ഇല്ലാത്ത ഭാഗം പാകിസ്ഥാന് കൊടുത്തു എന്നതാണ് പറയുന്നത്. ഓക്കെ, അതാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള പ്രശ്നം. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം, ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് ചോദിച്ചാൽ ശ്രീലങ്ക എന്ന് പറയുന്നത് വളരെയധികം ചെറിയൊരു ദ്വീപ് രാജ്യമാണ്. അവിടെയുള്ള ആളുകളെ നമ്മൾ സിംഹളർ എന്നാണ് വിളിക്കുന്നത്. പണ്ട് നമ്മുടെ സ്വാതന്ത്ര്യമൊക്കെ കിട്ടിയ ശേഷം നമ്മുടെ ഇന്ത്യയിൽ നിന്ന് കുറേ തമിഴന്മാർ ഇങ്ങോട്ടേക്ക് പോയി, ഈ ശ്രീലങ്കയിലേക്ക് ജോലി അന്വേഷിച്ച് പോയി. അവിടെ ചെന്നപ്പോൾ അവർ വളരെ വാം വെൽക്കമോടെ തന്നെ എന്ത് ചെയ്തു? അവരെ സ്വീകരിച്ചു. പക്ഷേ ഇവന്മാർ കുറച്ച് നാൾ അവിടെ നിന്ന് നല്ല അടിപൊളി സ്ഥലമാണെന്നൊക്കെ മനസ്സിലായി ഇവന്മാരെ നേരെ എന്ത് ചെയ്യും? തമിഴ്നാട്ടിൽ നിന്ന് കുറച്ച് ആളുകളെയും കൂടി ഇവന്മാർ അങ്ങോട്ടേക്ക് കൊണ്ടുപോയി. അങ്ങനെ എന്ത് ചെയ്തു? അങ്ങനെ അവിടെയുള്ള പോപ്പുലേഷൻ നോക്കിയപ്പോൾ തമിഴന്മാരുടെ എണ്ണം നല്ല രീതിയിൽ കൂടി, അവിടെയുള്ള സിംഹളരുടെ എണ്ണം കുറഞ്ഞു വന്നു. അപ്പം ഇവർ വിചാരിച്ചു എന്ത് ചെയ്തു? നമുക്ക് ഈ സിംഹളരെയൊക്കെ അടിമകളാക്കി വെച്ചിട്ട് നമുക്കിവിടെ അടിച്ചു പൊളിച്ച് ജീവിക്കാമെന്ന് കരുതി ഇവന്മാരൊരു പാർട്ടി രൂപീകരിച്ചു. ITT എന്ന് പറഞ്ഞ ഒരു പാർട്ടി ഇവന്മാർ രൂപീകരിച്ചു. അങ്ങനെ ആകെ പ്രശ്നങ്ങളൊക്കെ ആയി വന്നപ്പോൾ എന്ത് ചെയ്തു? നമ്മുടെ സിംഹളരുടെ അവിടുത്തെ പ്രധാനമന്ത്രി നേരെ ആരെ വിളിച്ചു? നമ്മുടെ രാജീവ് ഗാന്ധി വിളിച്ചിട്ട് പറഞ്ഞു, എത്രയും പെട്ടെന്ന് ഇവന്മാരെ നിങ്ങൾ അങ്ങോട്ടേക്ക് അയക്കുക, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്ത്യയുമായിട്ട് യുദ്ധം പ്രഖ്യാപിക്കും, വളരെ കഷ്ടപ്പെട്ട ഒരു സ്വാതന്ത്ര്യമൊക്കെ കിട്ടി ഞങ്ങൾ വളരെ സമാധാനത്തോടു കൂടി ജീവിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് നേരെ രാജീവ് ഗാന്ധിക്ക് ഇദ്ദേഹം എന്ത് ചെയ്തു? വിളിച്ചു പറഞ്ഞു. അങ്ങനെ രാജീവ് ഗാന്ധി ആദ്യം തമിഴന്മാരുടെ ലീഡറിൻ്റെ അടുത്ത് ആവശ്യപ്പെട്ടു, അവർ കേട്ടില്ല. പിന്നീട് രാജീവ് ഗാന്ധി എന്ത് ചെയ്തു?
പീസ് കീപ്പിംഗ് ആക്ടിവിറ്റി ഉപയോഗിച്ച്, അതായത് വളരെ സമാധാനത്തോടു കൂടി അവിടെ നിന്ന് തമിഴന്മാരെ നമ്മുടെ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നു. പക്ഷേ തമിഴന്മാർക്ക് രാജീവ് ഗാന്ധിയോട് ഭയങ്കര ദേഷ്യമായി. അങ്ങനെ ദേഷ്യമായി എന്ത് ചെയ്തു? ഇതിൻ്റെ ഫലമായിട്ട് 1991 തമിഴ്നാട്ടിലെ ശ്രീപുരത്ത് നമ്മുടെ രാജീവ് ഗാന്ധി പങ്കെടുക്കുന്ന ഒരു മീറ്റിങ്ങിൽ രാജീവ് ഗാന്ധിനെ ബോംബ് എറിഞ്ഞ് കൊല്ലുകയാണ് ചെയ്തത്. ഓക്കെ, അപ്പം ഇതാണ് ഈ ഒരു ചാപ്റ്ററിൽ മെയിനായിട്ട് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ബോംബ് എറിഞ്ഞ് കൊന്ന കാര്യമല്ല. നമ്മുടെ ഇന്ത്യക്ക് ബാക്കിയുള്ള രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധത്തെപ്പറ്റി പറയുമ്പം ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധം നമ്മൾ പഠിച്ചു, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം പഠിച്ചു, ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലുള്ള ബന്ധവും പഠിച്ചു. എക്സാമിന് ചിലപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബൗണ്ടറി ലൈൻ ആയിട്ടുള്ള മൻമോഹൻ ലൈൻ, അത് മറക്കരുത്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. നമുക്കിനി അടുത്തൊരു വീഡിയോയിലേക്ക് കാണാം.